വെള്ളിയാഴ്ചയാണ് ഇസാക്കില് പൈസ അടക്കണ്ടേ? ഇസാക്കിനോട് പോയി തൂങ്ങിച്ചാവാൻ പറ. അപ്പൊ സ്വത്തൂച്ചോ? എന്റെ സ്വത്ത് മൊത്തം ഊറ്റി, ഇനി രക്തം കൂടെ ഉള്ളു ഊറ്റാൻ. ഒരു കാര്യം പറയട്ടെ, ഇനി എനിക്ക് 2 കിഡ്നി ഉണ്ട്. അതിന്റെ മൂത്ത മുള കെട്ടിച്ചയക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അത് വളർത്തിണ്ടാക്കാനായിട്ട് തേക്കുമാരാണല്ലോ. സാറേ, സാറിന് എന്താ പണി? എനിക്ക് തെങ്ങമ്മ കയറുന്ന പണിയാ. എന്ത് കിട്ടൂ? ഉണ്ടാ കിട്ടൂ. നിങ്ങളുടെ നാട്ടിൽ തെങ്ങമ്മ കയറി എന്താ കിട്ടുക? നിന്റെ നാട്ടിൽ അതല്ലേ കിട്ടുള്ളൂ. നമസ്കാരം. ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ? എന്താ? ആ സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ. കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ? ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങള് എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. ഭാര്യ വീട് എവിടെയാ? അവിടെ. അപ്പൊ എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? പിന്നെ എന്തിനാണ് നിങ്ങൾ അപ്പത്തെ വീട്ടിൽ നോക്കി പാടുന്നത്? എന്തിനാണ് എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? ഒന്നുമില്ല, നിന്റെ അനിയത്തിയല്ലോ താമസിക്കാൻ. അനിയത്തി എന്ന് പറയുന്നത് വകയിലൊരു അനിയത്തി. അതെന്താ അങ്ങനെ? മുതലാളി ഒന്നാണെങ്കിലും 2 ഫാക്ടറിയാ. ഒരച്ഛനാണെങ്കിലും 2 അമ്മയാന്ന്. ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് തേച്ചു മിനുക്കി, അത് കണ്ട് അപ്പാപ്പൻ ചീത്ത പറഞ്ഞു. തുപ്പട് തുപ്പട് സീത്താനെ തുപ്പട് തുപ്പട് തുപ്പ്, തുപ്പട് തുപ്പട് സീത്താനെ തുപ്പട് തുപ്പട് തുപ്പ്. ആരാ അത്? ഗോപൻകുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻ കുണ്ട. ഞാൻ തോട്ടത്തിൽ തുമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളുവോ അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്നാ വന്നേ? ആട്ടോ എന്തിനാ വന്നത്? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എണ്ണയും കൊണ്ട് വന്നാന്നോ? എന്നെ കൊണ്ട് വന്നതെന്ന്. നിനക്ക് എന്നാ പറ്റി? എനിക്കൊന്നുമില്ല, വട്ട് മാറുന്നു ടെസ്റ്റ് ചെയ്തതാ. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി എന്റെ പൊന്നു സുഹൃത്തുക്കളെ വെറുത്തുപോകും. എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും. 2 അറ്റം കൂട്ടി മുട്ടിക്കണ്ടേ? നിങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ധാരണയുണ്ട്, നീയൊക്കെ വിചാരിച്ചാൽ ഏതാണിനെയും വളയ്ക്കാന്നും കറക്കിയെടുക്കാന്നൊക്കെ. പക്ഷെ മിസ്റ്റർ കുരുവിളയെയും SP ഒന്നും അതിന് കിട്ടില്ല. മേലാൽ എന്റെ വീട്ടിലേക്ക് നോക്കി ഇവിടെ നിന്ന് ആരെങ്കിലും കൈയും കാര്യം കാണിച്ചാലുണ്ടല്ലോ, പിന്നെ പ്രസവിക്കാനേ നേരണ്ടാവുള്ളൂ. ചെയ്തു ആരെങ്കിലും അന്വേഷിച്ചോ? പോട്ടെ, നമ്മൾ ആനയുടെ ചന്തിയിലൊട്ടിച്ച പോസ്റ്ററെങ്കിലും ആരെങ്കിലും കണ്ടോ? എവിടെ? ഒരു മിനിറ്റ്. ആമാ, പൈസ കാണുന്നില്ല, നീ കണ്ടായിരുന്നോ? ഫ്രിഡ്ജിന്റെ മുകളിലിരുന്നാണോ? 4710 രൂപ. ഞാൻ കണ്ടില്ല. എനിക്കറിയാവടാ നീ തന്നെ എഴുന്നേക്കുന്നത്. നിനക്ക് ഉടുപ്പുണ്ടോടാ? ഇല്ല. ഉടുപ്പിക്കാനായിട്ട് നീ ഒരുപാട് അറിയാം. നീ ഇങ്ങോട്ട് വാ, ഞാൻ നല്ല പച്ചമടല് വെച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ വരില്ല. കഴിച്ചിട്ട് കിടന്നു. ഞാനൊരു മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കാം. നമ്മളെവിടെ പറഞ്ഞു നിർത്തി? ആനയുടെ ചന്തി. പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞു. എന്താ കാണിച്ചത്? കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്നും നീ. മഴ 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 കുറച്ച് ചേട്ടാ. മഴ വേണ്ട, മഴ പെയ്താ വൈകിട്ട് ചൂടായിരിക്കും. ചേട്ടാ, ചെറിയ ചാറ്റ മഴയാ. വേണ്ട ചേട്ടാ, പൊടിമണ്ണിന്റെ മണവും കിട്ടും. മണം വേണ്ട. ചെറിയ ഇടി മിന്നലിന്റെ കൂടെ കുറച്ച് മഴ. എന്നാ അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മകന്റെ പേരെന്താണ്? ദിനേശൻ. ദിനേശനാ? ദിനേശൻ ആര് പറഞ്ഞു? സാറ് പഠിപ്പിച്ച്. എപ്പം? അന്ന് ഗാന്ധിജി ഇസ് ദ ഫാദർ ഓഫ് ദിനേശൻ. എടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ. നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ, പിന്നെ അവന്. ഏതായാലും സത്യമറിയാൻ സുമതിയടത്തേക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി. എന്ത് ചോദിച്ചാലും ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. മരച്ചിനി? ഏയ്. ഓ, കപ്പലണ്ടി. അയ്യയ്യേ, നല്ല
നല്ല വിശപ്പുണ്ട് കുറച്ച് വേണം. നോക്കണേ ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെകിടത്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്തു വേണം? എന്ത് തരും? 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? ഒരടിക്ക് 500 കുറഞ്ഞ ഞാൻ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500. പിടി. ഇതെന്ത് പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മൊട്ടടിച്ചോ? എനിക്ക് എന്തിട്ടുണ്ടാക്കിനടി ഈ പറഞ്ഞേ? ചോദിച്ച 10 തന്നില്ലേന്ന്. 10 രൂപ വണ്ടിക്കാശും 10 രൂപ ചായക്കാശും. എന്നിട്ട് ഉള്ള അച്ഛൻ എന്നോട് ചോദിച്ചു ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റാ മോനെന്ന്. എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ 10 സംഖ്യ ആദ്യമായിട്ട് വീട്ടിൽ വന്നല്ലേ. അമ്മച്ചേ 2 പാൽ ചായ ഇട് പറഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാല് വാങ്ങിക്കില്ല. അതുകൊണ്ട് അമ്മച്ചേ 2 കട്ടകാപ്പി ഇട് എന്ന് പറയാന്ന് വെച്ചാ അമ്മച്ചി ഇവിടെ ഇല്ല. മഞ്ഞ് നോക്കാൻ പോയിക്കാ. എടി ലിച്ചേ നിനക്ക് ഇത്തിരി കട്ടകാപ്പി ഇട്ടുള്ളടി എന്ന് പറയാന്ന് വിചാരിച്ചാൽ ലിച്ചി ഇവിടെ ഇല്ല. ലിച്ചി ടൈപ്പ് റൈറ്റിന് പോയേക്കാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി 2 ചായ ഇടാന്ന് വെച്ചാൽ ചായപ്പൊടി ഇവിടെ ഇല്ല. കട്ടകാപ്പി പിടിക്കോ? സാറല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക്. ഞാൻ അപ്പുറത്തെ കടയിൽ പോയി 2 ചായ കുടിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാം. വേണോന്നും പറഞ്ഞു നടിക്കാവോ? ഓ ആയിക്കോട്ടെ. വേണം 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 എനിക്കിത് വേണം. എന്തേ നിന്നെയൊക്കെ കൊണ്ടുവന്നതിൽ അതെന്താ? ഒന്ന് മുക്കി അടിക്കാവോ? ഒന്ന് ഞാൻ പറയണ്ട അങ്ങോട്ടോ. എന്ത് കാണിക്കോ? മുക്കി അടിക്കാൻ